الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله बाहर बिठाए होंगे लोग आपने या आगे भी आ सकते थे एक साथ बन सकती है लोग आगे आ जाएं पीछे से कुछ और आगे आ जाएंगे जो बाहर हैं कुछ उनको उधर बुला लेना अस्सलाम वालेकुम रहमतुल्लाह अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إنما يعمر مساجد
مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخشى إلا الله فعسى أولئك أن يكونوا من المهتدين. इस आयत का तर्जुमा है कि अल्लाह की मसाजिद तो वही आबाद करता है जो अल्लाह पर ईमान लाए और यौम आखिरत पर. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ മാത്രമേ അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുകയുള്ളൂ. അത്തരക്കാർ നേർമാർഗം പ്രാപിക്കുന്നവരിൽപ്പെട്ടവരായേക്കാം. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് അയർലൻഡിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രഥമ മസ്ജിദിൽ ജുമാ നമസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിരിക്കുകയാണ്. അള്ളാഹു ഈ മസ്ജിദിന്റെ നിർമ്മാണം, ഇതിന്റെ സ്ഥാപനം എല്ലാ നിലക്കും അനുഗ്രഹീതമാക്കട്ടെ. ഇത് ചെറിയ മസ്ജിദാണെങ്കിൽ കൂടി ഇത് വിളിച്ചു പറയുന്നത് മുഹമ്മദി മസീഹിനെ അംഗീകരിക്കുന്നവർ ഇവിടെ നിന്നും ഏകദൈവത്തിന്റെ ഏകത്വം 5 നേരവും വിളംബരപ്പെടുത്തുന്നതാണ് എന്നാണ്. ഇവിടെ വന്നുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ 5 നേരവും അവർ ആരാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ മസ്ജിദിൽ നിന്നും അവർ വിളംബരപ്പെടുത്തുന്നത് മസ്ജിദുകൾ അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റാനുള്ള സ്ഥലങ്ങളാണ്. കുഴപ്പങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കേന്ദ്രമല്ല. റബ്ബുൽ ആലമീനായ ദൈവത്തെ ആരാധിക്കാനായാണ് ഈ മസ്ജിദുകൾ നിർമ്മിക്കപ്പെടുന്നത്. ആ ദൈവം എല്ലാ കാലത്തെയും മനുഷ്യരുടെ പരിപാലകനാണ്. കഴിഞ്ഞ കാലത്തും എല്ലാ ജനതയുടെയും ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്കായി തന്റെ റുബൂബിയത്തിനെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്നും തന്റെ റുബൂബിയത്ത് കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും തന്റെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അവന്റെ റുബൂബിയത്ത് ഏതെങ്കിലും പ്രത്യേക ജനതയ്ക്ക് പ്രത്യേകപ്പെടുത്തപ്പെട്ടതല്ല, മറിച്ച് എല്ലാ ലോകത്തേക്കും എല്ലാ ജനതയ്ക്കും ഉള്ളതാണത്. അതിനാൽ മുഹമ്മദി മസീഹിനെ അംഗീകരിച്ചവരുടെ മസ്ജിദുകൾ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതായത് അള്ളാഹുവിന്റെ ആത്മീയ റുബൂബിയത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദി മസീഹിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ ലഭിക്കുകയുള്ളൂ. ഈ മസ്ജിദുകൾ ഇപ്രകാരം വിളംബരപ്പെടുത്തുന്നതാണ്. അതിനാണ് നാം നിർമ്മിക്കുന്നത്. അതായത് ലോകത്തുള്ള ഫസാദുകൾ ദൂരീകരിക്കാനായി സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ നൽകുന്ന ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളിലേക്ക് നോക്കുക. ഈ മസ്ജിദുകൾ ഇപ്രകാരം വിളംബരപ്പെടുത്തുന്നതാണ്. അതായത് ലോകത്തിന് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവശ്യമാണുള്ളത്. യുദ്ധത്തിന്റെയും കലഹത്തിന്റെയും ആവശ്യമല്ല ഉള്ളത്. വാളിന്റെയും പീരങ്കികളുടെയും ആവശ്യമല്ല ഉള്ളത്. ഈ മസ്ജിദുകൾ നാം നിർമ്മിക്കുന്നത് ഇപ്രകാരം വിളംബരപ്പെടുത്താനാണ്. അതായത് ഇവിടെ വരുന്നവരുടെ ഹൃദയം എല്ലാ തരത്തിലുമുള്ള അക്രമങ്ങളിൽ നിന്നും അവകാശധ്വംസനങ്ങളിൽ നിന്നും പവിത്രമാണ്. നമ്മുടെ മസ്ജിദുകൾ ഇതിന്റെ അടയാളങ്ങളും കേന്ദ്രങ്ങളുമാകുന്നു. അതായത് ഇവിടെ വരുന്നവർ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുന്നതിനായി എല്ലാത്തരം ത്യാഗങ്ങളും ചെയ്യുന്നവരാണ്. ഈ കടമകൾ നിറവേറ്റുന്നതിനായി, ത്യാഗങ്ങൾ സമർപ്പിക്കുന്നതിനായി
തങ്ങളുടെ ആളുകൾക്ക് के तकाजे पर पूरे करते हुए हक കാരുണ്യ വികാരത്താൽ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് പോലെ ये ഇവരുടെ ഹൃദയം കരുണാർദ്രമാകുന്നത് പോലെ बात का ശത്രുവിന്റെ ശത്രുത कि मजहबी നീതി നടപ്പിൽ വരുത്തുന്നതിന് इस्लाम है और इसके इजहार के लिए അവരോടുള്ള കടമകൾ നിറവേറ്റുന്നതിനും ഒരു തടസ്സവും നിൽക്കുന്നതല്ല. മതസ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ധ്വജവാഹകർ ഇസ്ലാം ആണെന്ന് പ്രഖ്യാപനമാണ് നാം മസ്ജിദുകൾ നിർമ്മിച്ചുകൊണ്ട് ലോകത്തിനോട് പറയുന്നത്. हमारी मसाजिद അതിനാൽ നമ്മുടെ മസ്ജിദുകളുടെ കവാടങ്ങൾ എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദൈവത്തെ ആരാധിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ മസ്ജിദിൽ ആരാധന നടത്തുന്നതിൽ യാതൊരു തടസ്സവുമില്ല. की मुसलमान पर അവർ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആകട്ടെ. मज़हब की बात നമ്മുടെ മസ്ജിദുകൾ की जिम्मेदारी ഇതിൽ വരുന്ന ഓരോ അഹമ്മദികളും का अदा ഇപ്രകാരം പ്രഖ്യാപിക്കുന്നവരാണ്. ये उतना ही जरूरी है അതായത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ हमारी मसाजिद ഓരോ യഥാർത്ഥ വിശ്വാസിയുടെയും കടമയാണ് എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും സംരക്ഷിക്കണം എന്നുള്ളത്. वफादारी സ്വന്തം മസ്ജിദ് സംരക്ഷിക്കുന്നത് പോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടുകൂടി മറ്റ് ആരാധനാലയങ്ങളും അവർ സംരക്ഷിക്കേണ്ടതാണ്. നമ്മുടെ മസ്ജിദുകൾ गरज के बेशुमार बातें हैं നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു കാര്യം തന്റെ ദേശത്തോടുള്ള കൂറ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ്. ഒരു വിശ്വാസി തന്റെ ജന്മദേശത്തോട് കൂറ് പുലർത്തുന്നവനാകാത്തതുവരെ യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല. ചുരുക്കത്തിൽ മസ്ജിദുമായി ശരിയായ നിലയിൽ ബന്ധപ്പെടുന്നവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. മസ്ജിദുകളോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നത് അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടുമുള്ള കടമകൾ ശരിയായ രീതിയിൽ നിറവേറ്റപ്പെടുമ്പോഴാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കൽപ്പന നമ്മോട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നൽകിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായി നമുക്ക് നമ്മുടെ യജമാനനും നേതാവുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവരു നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളതാണ്. और मोहब्बत തങ്ങളെ പ്രവർത്തനത്തിലൂടെ के क़याम के लिए സൃഷ്ടികളോടുള്ള കടമ अपने नमूने कायम किए ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കൽപ്പന നമ്മോട് അള്ളാഹു വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായി നമുക്ക് നമ്മുടെ യജമാനനും നേതാവുമായ ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവരു നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളതാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടികളോടുള്ള കടമയും സൃഷ്ടാവിനോടുള്ള കടമയും നിറവേറ്റിക്കൊണ്ടിരിക്കേണ്ടതാണ്. മനുഷ്യ മൂല്യങ്ങളെ സ്ഥാപിക്കാനും സ്നേഹം, സൗഹൃദം, സമാധാനം എന്നിവ സ്ഥാപിക്കാനുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതൃക നിലനാട്ടുകയും ചെയ്തു. ഇത് പറയാനുള്ള മാത്രം കാര്യമല്ല, ചരിത്രം ഇതിന് സാക്ഷിയാണ്. ഒരവസരത്തിൽ ആ മഹാത്മാവ് ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാ സമയത്ത് മസ്ജിദ് നബവിയിൽ ആരാധിക്കാനുള്ള അനുവാദം നൽകുകയുണ്ടായി. ഈ ഒരു യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനമാണ് ഇക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ശിഷ്യനും യഥാർത്ഥ പ്രേമിയും നടപ്പിൽ വരുത്താൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഉദാഹരണങ്ങളാണ് ഞാൻ സമർപ്പിച്ചത്. അത് ചെയ്യാനും പ്രചരിപ്പിക്കാനും നമ്മോട് കൽപ്പിച്ചുകൊണ്ട്, നമ്മിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, കാലത്തിന്റെ ഇമാം, വാഗ്ദത്ത മസീഹ്, വാഗ്ദത്ത മഹ്ദി നമ്മോട് പറഞ്ഞത് ഈ ചിന്തയോടുകൂടി നിങ്ങൾ എവിടെ പള്ളികൾ നിർമ്മിച്ചാലും ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും തബ്ലീഗിനുള്ള പുതിയ വഴികൾ തുറക്കാനും അത് കാരണമായി തീരുന്നതാണ്. ജനങ്ങൾക്ക് ഇസ്ലാമിലേക്ക് താൽപര്യമുണ്ടാകുന്നതാണ്. അതിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ അവരെ ഹഠാത് ആകർഷിക്കുന്നതാണ്. നിങ്ങളുടെ എണ്ണവും ഇത് മുഖേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഉദ്ദേശത്തിനായിരിക്കണം നാം നമ്മുടെ മസ്ജിദുകൾ നിർമ്മിക്കുന്നത്. അതിനായാണ് നാം നിർമ്മിക്കുന്നതും. ഈ ഒരു അധ്യാപനത്തെ മാധ്യമങ്ങൾ മുഖേന കണ്ടും കേട്ടും ലോകം നമ്മിലേക്ക് ശ്രദ്ധിക്കുന്നു. ഒരു സാധാരണ വ്യക്തി മുതൽ വലിയ വലിയ ലീഡർമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു ഭാഗത്ത് ഭീകരവാദികളായ മുസ്ലിങ്ങളെ കാണുന്നു. അവർ കൊലയും കൊള്ളയും യാതൊരു വിവേചനവും കൂടാതെ കൂട്ടക്കുരുതിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഒരു ജമാഅത്ത് അത് സ്നേഹത്തിനും സൗഹൃദത്തിനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നാമധാരികളായ
മുസ്ലിങ്ങളുടെ പള്ളികളാണുള്ളത്. അവിടെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ ചീത്തവിളികളും അശ്ലീല പ്രവർത്തനങ്ങൾ നിറഞ്ഞ വികാരത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. മറുഭാഗത്ത് സമാധാനത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നു. സ്നേഹം ഏവരോടും വെറുപ്പ് ആരോടുമില്ല എന്ന മുദ്രാവാക്യം അവിടെ മുഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ജനങ്ങൾ ഇക്കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുന്നതാണ്. ഈ രണ്ട് രീതിയിലുമുള്ള മുസ്ലിങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ വ്യത്യാസം? ഈ അന്വേഷണം ഇക്കാലത്തെ പുതിയ മാധ്യമങ്ങളും ഇന്റർനെറ്റും മുഖേന അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നതിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ഡർബൻ പാർലമെന്റിൽ മനിയാന്ന് എനിക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ചില പാർലമെന്റ് മെമ്പർമാരുമായി കൂടിക്കാഴ്ച നടത്താനും സാധിച്ചു. അതിൽ ഒരാൾ പറഞ്ഞത്, അഹമ്മദിയ ജമാഅത്ത് മനുഷ്യ മൂല്യങ്ങളുടെ സ്ഥാപനത്തിനായി, സമാധാന സ്ഥാപനത്തിനായി ചെയ്യുന്ന പരിശ്രമം മറ്റു മുസ്ലിങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. ജമാഅത്തിനെ കുറിച്ചുള്ള ഈ അറിവുകൾ വളരെ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. ഈ അറിവുകളെല്ലാം കരസ്ഥമാക്കിയതിനു ശേഷം ഞാൻ ആഗ്രഹിക്കുന്നത് അഹമ്മദിയ ജമാഅത്ത് ഡർബനിലും ഒരു മസ്ജിദ് സ്ഥാപിക്കണമെന്നാണ്. അങ്ങനെ ഈ സ്നേഹത്തിന്റെ ഉന്നത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ അധ്യാപനം എന്റെ പട്ടണത്തിലും വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രീതിയിൽ അള്ളാഹു ലോകത്തോട് പറയുന്നത്, നിങ്ങൾ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രം കണ്ട് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തരുത്. മറിച്ച് നിങ്ങൾ ചിത്രത്തിന്റെ മറുപുറവും കാണുക. അതാണ് ഇസ്ലാമിന്റെ ശരിയായ മുഖം. അതിനെ ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസന്റെ ജമാഅത്താണ് സമർപ്പിക്കുന്നത്. അതിനാൽ നാം ഇവിടെ മസ്ജിദ് നിർമ്മിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കരുത്. MTA മുഖേന നിങ്ങളുടെ പള്ളി ഇന്ന് ലോകം കണ്ടു എന്നതിലും മാത്രം സന്തോഷിക്കരുത്. അങ്ങനെ നിങ്ങളും പറയാൻ പ്രാപ്തരായി ഞങ്ങളുടെ അടുത്തും പള്ളിയുണ്ട് എന്ന്. വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നതുമാണ്. അതിൽ വിദ്യാസമ്പന്നരായ ആളുകൾ നിങ്ങളുടെ മസ്ജിദ് കാണുന്നതാണ്. അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നതാണ്. ഇവർ മസ്ജിദിന്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നതാണ്. ഭംഗിയുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. വിവിധ സമയങ്ങളിൽ ഈ പട്ടണത്തിലുള്ളവരും പുറത്തുള്ളവരും മസ്ജിദ് കാണാനും വന്നേക്കാം. അതിൽ നിങ്ങൾ സന്തോഷിച്ചേക്കാം. അതായത് ഇത്ര ആളുകൾ, ഇത്ര ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് സന്ദർശിച്ചു എന്ന്. അങ്ങനെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മസ്ജിദ് നിർമ്മാണത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിൽ ഇടുന്നതായി മാറേണ്ടതാണ്. ഈ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിയുടെയും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് നിറവേറ്റാൻ സാധിക്കുക? ഞാൻ പറഞ്ഞതുപോലെ മസ്ജിദ് എന്ത് സ്വാധീനമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്? നമ്മുടെ മസ്ജിദുകളിൽ നിന്നും എന്താണ് പ്രഘോഷിക്കപ്പെടുന്നത്? അള്ളാഹുവിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും എങ്ങനെയാണ് നിറവേറ്റേണ്ടത്? ഇതിലേക്ക് നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ നമ്മുടെ വാദങ്ങളും പൊള്ളയായിരിക്കും. നമ്മുടെ പ്രഖ്യാപനവും മുദ്രാവാക്യങ്ങളും എല്ലാ ലോകത്തെ വഞ്ചിക്കുന്നതായിരിക്കും. നാം വെറും വാചക കസർത്തുകളും പ്രോപ്പഗണ്ടകളും കാരണത്താൽ ലോകരെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിത ലക്ഷ്യം, അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നത്, അവന്റെ പ്രീതിക്കനുസൃതമായി നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുക എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകുന്നതല്ല. ഞാൻ പ്രാരംഭത്തിൽ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു തആല മസ്ജിദുകളെ ജനസാന്ദ്രമാക്കുന്നവരുടെ ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാപ്തി കഅബ മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് എല്ലാ പള്ളികളിലേക്കും എത്തിച്ചേരുന്നു. ആ പള്ളികൾ ജനസാന്ദ്രമാക്കുന്നത് ഈ ഗുണങ്ങളുള്ള ആളുകളാണ്. ആ ഗുണങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വിശ്വാസികളിൽ ഉൾപ്പെടുന്നവരുടെ ഗുണമായി അള്ളാഹു എടുത്തു പറയുന്നത്, അള്ളാഹു പറയുന്നു, അഷദ്ദു ഹുബ്ബൻ ലില്ലാ,
कि किसी दुनियावी मुफाद को हासिल करने के लिए വിശ്വാസികളുടെ ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടായിരിക്കും. ये ഭൗതികമായ മറ്റൊരു സ്നേഹവും ഇതിനേക്കാളും മുഴച്ചു നിൽക്കുന്നതല്ല. അവർ അള്ളാഹുവിനോടുള്ള സ്നേഹം കരസ്ഥമാക്കാനായി कि उसकी इबादत की जाए, ये नहीं അവരുടെ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നതാണ്. कि बहाने करके ഏതെങ്കിലും नमाज ഭൗതിക നേട്ടം കരസ്ഥമാക്കാനായി माली അള്ളാഹുവിനോടുള്ള സ്നേഹം അവർ മറന്നു കളയുകയില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം ആഗ്രഹിക്കുന്നത് ये काम അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. कि मेरी അള്ളാഹുവിനോടുള്ള സ്നേഹം ആവശ്യപ്പെടുന്നത് അവനെ ആരാധിക്കണം എന്നാണ്. അതല്ലാതെ നമ്മുടെ ഏതെങ്കിലും ജോലിയുടെ പേരും പറഞ്ഞ് दुनियावी चीजें നമസ്കാരത്തെ തന്നെ മറന്നു കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. तो दुनिया ഭൗതിക നേട്ടം കരസ്ഥമാക്കാനായി കളവിനെ ആശ്രയിക്കരുത്. अलैहिस्सलाम एक जगह फरमाते हैं ജോലി ചെയ്യുമ്പോൾ चाहिए മനുഷ്യൻ എപ്പോഴും നോക്കേണ്ടത് എനിക്ക് സ്നേഹം അള്ളാഹുവിനോടാണോ കൂടുതൽ, അതല്ല ഭൗതിക നേട്ടങ്ങളോടാണോ? ताकत नहीं चाहती, ഭൗതിക വസ്തുക്കൾ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും നമ്മെ അകറ്റുന്നുണ്ടെങ്കിൽ रह सकता है ഭൗതിക സ്നേഹമാണ് മുഴച്ചു നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ അഭിമാനം ആഗ്രഹിക്കുന്നത് ഒരിക്കലും തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മറ്റാരും പങ്കുകാരാകരുത് എന്നാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശ്വാസം ഈമാൻ അത് സുരക്ഷിതമാകുന്നത് അവനോടുള്ള സ്നേഹത്തിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുമ്പോഴാണ്. ഇത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. और उसके रसूल के എനിക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് ഓരോ മുസ്ലിമും പറയും. എനിക്ക് റസൂലിനോട് സ്നേഹമുണ്ടെന്നും പറയും. അതിനായി മരിക്കാനും കൊല്ലാനും തയ്യാറാകുന്നു. करके എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമില്ലെന്ന് ഒരു മുസ്ലിമിൽ നിന്നും നിങ്ങൾ കേൾക്കുകയില്ല. नमाजें पढ़ते हैं, എന്നാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എത്ര പേരുണ്ട്? നമസ്കാരം എന്ന വിഷയം തന്നെ എടുക്കുക. നമസ്കാരത്തോടുള്ള കടമ നിറവേറ്റിക്കൊണ്ട് നാം നമസ്കരിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പലരും പറയും 3 നമസ്കാരം 4 നമസ്കാരം ഞങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന്. പലരും തന്നെ നമസ്കാരം വളരെ വേഗത്തിൽ मान लाने वालों के बारे में അനുഷ്ഠിക്കുന്നു, എന്തോ ഭാരം ഇറക്കി വെക്കുന്നത് പോലെ. किसी നമസ്കാരം അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നതും അവനോടുള്ള സ്നേഹപ്രകടനത്തിനുമുള്ള ഒരു അവസരമാണ്. അത് ഭംഗിയായി നാം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ को लेने की जरूरत അള്ളാഹുവിനോടുള്ള खुद अपना जायजा ही സ്നേഹ പ്രകടിപ്പിക്കൽ के बारे में बता നാം നിറവേറ്റുന്നില്ല എന്നതാണ് ശരി. कुरान करीम ने വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഏതെങ്കിലും തീരുമാനത്തിലേക്ക് അവരെ ക്ഷണിച്ചാൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൽപ്പിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നാണ്. അതിനാൽ ഈ രീതിയിലുള്ള ഒരു ആത്മപരിശോധന ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. നമ്മുടെ ആത്മപരിശോധനയാണ് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞു തരിക. വിശുദ്ധ ഖുർആൻ വിവിധ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് എഴുതിയത് ഇത് 700 കൽപ്പനകളുണ്ടെന്നാണ്. ഇതിനെ അംഗീകരിക്കാത്തവർ, लेकिन അതനുസരിച്ച് പ്രവർത്തിക്കാത്തവർ എന്നിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്, ഞാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. क्योंकि अगर आखिरत का ईमान അതിനാൽ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ്. നാം ആഖിറത്തിൽ വിശ്വസിക്കൂ എന്ന് പറയാറുണ്ട്. पकड़े गए तो क्या, എന്നാൽ और अफसरों की इताअत भी നമ്മിൽ കൂടുതൽ പേരും ആഖിറത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. आखिरत के बारे ആഖിറത്തിലുള്ള വിശ്വാസം ശരിയായതാണെങ്കിൽ മനുഷ്യൻ പല തെറ്റുകളിൽ നിന്നും അവകാശങ്ങൾ ധ്വംസിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഭൗതിക നിയമത്തിന്റെ പിടിയിൽ വരും എന്ന് പേടിച്ച് में होंगे तो പലതും നാം ചെയ്യാറില്ല. പിടിക്കപ്പെട്ടാൽ എന്താകും എന്ന് ചിന്തിക്കുന്നു. बहुत ज्यादा ഈ ഭയം കാരണം ഓഫീസർമാരെയും നാം അനുസരിക്കുന്നു. എന്നാൽ പല തെറ്റുകളും നമ്മിൽ പലരും ചെയ്യാനുള്ള കാരണം ആഖിറത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ശരിയായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മിൽ പലരും നമസ്കരിക്കുന്നത് ചിലപ്പോൾ ഭൗതിക ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ
നിറവേറ്റാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിൽ ഭൗതിക ലക്ഷ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. മസ്ജിദുകളിൽ പലരും വരുന്നത് की रजा हासिल करने के लिए होती है। खुदा ताला के अलावा उन्हें किसी का खौफ नहीं। പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ എന്ത് പറയും എന്ന് പേടിച്ചാണ്. ऐसे लोग हैं जो सिर्फ ഇത്ര കാലമായി പള്ളിയിൽ വന്നിട്ടില്ലേ എന്ന് ജനങ്ങൾ ചോദിക്കും. അള്ളാഹു പറയുന്നു, उन्हें अल्लाह ताला की മസ്ജിദുകളെ ജനസാന്ദ്രമാക്കുന്നവർ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നിലനിർത്തുന്നവരാണ്. ജമാഅത്തായ നമസ്കാരം അത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്നവരായിരിക്കും. അവരുടെ ആരാധനകൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായിരിക്കും ചെയ്യുക. അവരുടെ സാമ്പത്തിക ത്യാഗങ്ങളും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ചെയ്യുന്നതാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ ഭയക്കില്ല. അള്ളാഹു പറയുന്നു, അങ്ങനെയുള്ളവർ വിശ്വസിച്ചു എന്ന് വാദിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് ഓരോ നിമിഷവും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണ്. ഹിദായത്തിന്റെ പുതിയ മാർഗങ്ങളിലേക്ക് അവർ ചരിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഓരോ ചുവടുവെപ്പും ഓരോ മാർഗവും അവർക്ക് വിജയത്തിന്റെ കവാടം തുറക്കുന്നതായിരിക്കും. ഈ ഹിദായത്ത് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവർക്ക് വിജയം ലഭിക്കുന്നു. അള്ളാഹു ജമാഅത്തിനോട് ചെയ്യുന്ന ഒരു വലിയ ഔദാര്യമാണിത്. അവൻ ജമാഅത്തിന് യഥാർത്ഥ വിശ്വാസികളെ നൽകിയിട്ടുണ്ട്. അവർ വിശ്വാസ പ്രഖ്യാപനം മാത്രമല്ല നടത്തുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. ഈ ഒരു രഹസ്യമാണ് അഹമ്മദിയ ജമാഅത്ത് എന്ന നിലയിൽ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണം. അതിനാൽ ഈ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകുന്നതിനായി, മസ്ജിദിനെ ജനസാന്ദ്രമാക്കുന്നതിനായി നാം ഓരോരുത്തരും നമ്മുടെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഒരു അഹമ്മദി പുരുഷനും സ്ത്രീയും തന്നെ ഈ പുരോഗതിയുടെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഫضലും കരസ്ഥമാക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭയം ഭൗതികമായ ഭയമാകാതിരിക്കട്ടെ. നമുക്ക് ഭയമുണ്ടെങ്കിൽ നമ്മുടെ പ്രിയ ദൈവം നമ്മോട് കോപിക്കാതിരിക്കട്ടെ എന്ന ആ സ്നേഹം കൊണ്ടുള്ള ഭയമായിരിക്കണം. ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം ലോകശ്രദ്ധ നമ്മിലേക്ക് തിരിയുന്നതാണ്. അതിനാൽ മുമ്പത്തേക്കാൾ ഉപരി വിശ്വാസത്തിന്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് നമുക്ക് ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇതിനായി മുമ്പത്തേക്കാൾ ഉപരി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് മസ്ജിദിന്റെ കടമകൾ ശ്രദ്ധിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. മസ്ജിദ് നിർമ്മാണത്തിന് ശേഷം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ തബ്ലീഗിനുള്ള പുതിയ വഴികൾ തുറക്കപ്പെടുന്നതാണ്, തുറക്കുന്നുമുണ്ട്. ജനങ്ങൾ വരും, ഇത് കാണും. ലോകത്ത് എവിടെയെല്ലാം പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾ വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുന്നു, മറ്റുള്ളവരും വരുന്നു. മറ്റു മുസ്ലിങ്ങളുടെ ചെയ്തികൾ കാരണം ഇക്കാലത്ത് ലോകം ഇസ്ലാമിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അന്വേഷണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനവും ജീവിത രീതിയും കണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം അവർ കാണുമ്പോൾ തീർച്ചയായും അവർ സ്വാധീനിക്കപ്പെടുന്നതാണ്. അതിനാൽ മസ്ജിദ് നിർമ്മാണത്തിന് ശേഷം ഇവിടുത്തെ താമസക്കാരുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് ആവർത്തിച്ചാവർത്തിച്ച് പറയാൻ കാരണം, നിങ്ങൾ ഇനി മറഞ്ഞിരിക്കുന്നവരല്ല. അയർലൻഡ് ജമാഅത്ത് ചെറിയൊരു ജമാഅത്തായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആരും നിങ്ങളെ അറിഞ്ഞിരുന്നില്ല അന്ന്. ഇപ്പോൾ ജനങ്ങൾ അറിയാത്തവരിൽപ്പെട്ടവരല്ല നിങ്ങൾ. പള്ളിയുടെ മനോഹര കെട്ടിടം, ഉയർത്തി നിൽക്കുന്ന ഈ മിനാരം നിത്യവും നിങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് അതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വൈകുന്നേരം അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനും ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ പരിപാടികൾ എല്ലാ തലത്തിലുമുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ സന്ദേശം എത്തിക്കുന്നതാണ്. പത്രങ്ങൾ ചിലതെല്ലാം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ വരുന്നതാണ്. അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച്, യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്തുന്നതാണ്. ഈ മസ്ജിദ് ഗാൽവേയിലെ ജനങ്ങളുടെ മാത്രം ശ്രദ്ധാ കേന്ദ്രമാവുകയില്ല.
देख सकते മറിച്ച് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയും. സന്ദർഭം കിട്ടിയാൽ ഇവിടെ വന്ന് മസ്ജിദ് കാണുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മുടെ അനുഭവം ഇതാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ തബ്ലീഗിൽ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനായി ഓരോ അഹ്മദിയും വൈജ്ഞാനികപരമായും തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. അങ്ങനെ മതപരവും ഭൗതികവുമായ രീതിയിൽ വൈജ്ഞാനികപരമായ മറുപടി നൽകാൻ നമുക്ക് സാധിക്കണം. അതേപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു പ്രവർത്തന നിലവാരത്തിലാണോ നമ്മെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആ നിലവാരത്തിലേക്ക് നാം നമ്മെ എത്തിക്കേണ്ടിയിരിക്കുന്നു. अपने ऐसे नमूने कायम करना है कि यहाँ के रहने वाले खुद ആ സ്ഥാനം मुतवज्जे हों। എന്താണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. बहुत ज्यादा വിശുദ്ധ ഖുർആന്റെ यूरोप में ये मुल्क है, എല്ലാ കൽപ്പനകളും അനുസരിച്ചുള്ള പ്രവർത്തനമാണത്. दुनियादार भी गरीब भी अपने ईसाई होने के हवाले देते हैं और इजहार करते हैं ഇവിടെയുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള മാതൃകകളായി നിങ്ങൾ മാറണം. ഈ നാട്ടിൽ മതത്തോട് താല്പര്യമുണ്ട്. യൂറോപ്പിൽ ഇവിടെ മാത്രമാണ് हमारी तालीम ധനികരും ദരിദ്രരും ताला के തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനത്തോടെ പറയാറുള്ളത്. ഞങ്ങൾ മതവിശ്വാസികളാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ക്രിസ്തുമതത്തെ असल ताकतों का मालिक മോക്ഷം നൽകുന്ന മതമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈസാ നബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവരോട് നാം പറയേണ്ടത്, ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ അധ്യാപനമനുസരിച്ച് അള്ളാഹുവിന്റെ സത്യപ്രവാചകനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുകയുണ്ടായി. സർവശക്തി കേന്ദ്രവും ഉടമസ്ഥനും और यही कामिल शरीयत ഏകനായ അള്ളാഹുവാണ്. यही शरीयत कामिल ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവനെയാണ് ആരാധിച്ചത്. അദ്ദേഹത്തിന്റെ പരിശുദ്ധ മാതാവ് ഹദ്റത്ത് മറിയമും ആരാധിച്ചത് അള്ളാഹുവിനെയാണ്. മുൻ പ്രവാചകന്മാരുടെ പ്രവചനപ്രകാരം അവസാനത്തേതും സമ്പൂർണവുമായ ശരീഅത്തുമായി അള്ളാഹുവിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. ഈ ശരീഅത്താണ് സമ്പൂർണ്ണ ശരീഅത്ത്. മോക്ഷം നൽകുന്നതും ഇതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതും ഇരുലോകവും ശരിയാക്കാൻ ഉതകുന്നതും ഇതാണ്. वो खुदा എന്നാൽ ഇങ്ങനെ വാദിച്ചത് കൊണ്ടായില്ല. ശരീഅത്തനുസരിച്ച് പ്രവർത്തിക്കണം. അവരോട് പറയണം നാം, अपने निशानात भी അതായത് ഇസ്ലാം ജീവനുള്ള മതമാണെന്നതിനുള്ള തെളിവതാണ്. इस मसीह मौत को തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് से വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്നു. അദ്ദേഹം നമ്മെ അള്ളാഹുമായി ബന്ധിപ്പിക്കുകയുണ്ടായി. बातें നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ആ ദൈവം, സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവം, पड़ेगा। തന്റെ വാഗ്ദാന പ്രകാരം തന്റെ അടയാളങ്ങളും ने मुझे അവൻ കാണിക്കുന്നു. അതിനാൽ ഇനി ലോകത്തിന്റെ മോചനം ഈ വാഗ്ദത്ത മസീഹിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേയുള്ളൂ. അള്ളാഹുമായുള്ള സജീവ ബന്ധം ഈ മസീഹിന്റെ തണലിൽ വരുമ്പോഴാണ് ഉണ്ടാവുക. എന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് യാതൊരുവിധ अपनी जिंदगी को उसके बताए हुए अहकामात പ്രയാസവും സങ്കോചവും കൂടാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ അല്പം നമുക്ക് ചിന്തിക്കേണ്ടി വരുമോ, പറയണോ വേണ്ടയോ എന്ന്? മറ്റുള്ളവർ ദുആ സ്വീകാര്യതയെക്കുറിച്ച് എന്നെ വെല്ലുവിളിച്ചാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണോ? അള്ളാഹുമായി എനിക്ക് ബന്ധമുണ്ടോ? അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ ജീവിതം അവൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണോ ഞാൻ? ഇല്ലെങ്കിൽ ഒരു അഹ്മദി ആണെന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി पैदा होने का लालच दे അത് നിറവേറ്റാതെ मानने की എങ്ങനെ മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കും? तुम्हारा अपना खुदा ताला से कितना ताल्लुक पैदा വരേണ്ട മസീഹ് വന്നു എന്ന് खुदा ताला से ലോകത്തോട് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? मसीह मौत को അവർ എന്നോട് ഇപ്രകാരം ചോദിക്കില്ലേ, ഈ മസീഹ് നിങ്ങളിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കിയതെന്ന്? कि अल्लाह ताला का നീ എന്നിൽ इबादत करके अदा പരിശുദ്ധ മാറ്റമുണ്ടാക്കാം तुम्हारे എന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ആ മസീഹിനെ അംഗീകരിക്കുന്നതിലേക്ക് എന്നെ ക്ഷണിക്കുന്നുണ്ടല്ലോ. ദൈവവുമായി നിനക്ക് എന്തുമാത്രം ബന്ധമാണുള്ളത്? कितनी नमाजें हैं നീ എന്നെ ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞ് വാഗ്ദത്ത മസീഹിനെ അംഗീകരിക്കാനായി ക്ഷണിക്കുന്നുണ്ടല്ലോ. खाली നിന്റെ ദീൻ നിന്നോട് പറയുന്നത് सूरती
അള്ളാഹുവിനോടുള്ള കടമ അവൻ എന്നെ ആരാധിച്ചുകൊണ്ട് നിറവേറ്റുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. അതിനായാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര നമസ്കാരങ്ങളാണ് നീ ജമാഅത്തായി അനുഷ്ഠിക്കുന്നത്. നീ മസ്ജിദ് വളരെ മനോഹരമാക്കി നിർമ്മിച്ചു. എന്നാൽ ഇതിന്റെ ഭംഗി അതിൽ വരുന്ന നമസ്കാരക്കാരുമായി ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത്. അവർ മുഖേനയല്ലേ അതിന്റെ ഭംഗി വർദ്ധിക്കുന്നത്. 5 നേരം നമസ്കാരവും നിങ്ങൾ പള്ളിയിൽ അനുഷ്ഠിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമ നീ നിറവേറ്റുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഖൈറ ഉമ്മത്താണ് എന്നല്ലേ. ജനങ്ങളുടെ നന്മക്കായി നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നന്മയെ നിങ്ങൾ ഉപദേശിക്കുന്നു, തിന്മയിൽ നിന്ന് നിങ്ങൾ തടയുകയും ചെയ്യുന്നു. ചോദിക്കുന്നവർ നമ്മോട് ചോദിക്കും, ഉപദേശിക്കുന്നതിലൂടെ മാത്രം നിങ്ങൾ ലക്ഷ്യം കരസ്ഥമാകുമോ? ഇല്ലെങ്കിൽ ആദ്യം ഒരു ആത്മപരിശോധന സ്വയം നടത്തുക. നീ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കുടുംബക്കാരോടും അയൽവാസികളോടും നല്ല രീതിയിൽ വർത്തിക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനം ഇതനുസരിച്ചാണോ എന്നവർ നമ്മളോട് ചോദിക്കും. അമാനത്തുകളെ തിരിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ചും കരാറുകൾ പാലിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ പറയുന്നു. എന്നാൽ അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കുന്നതിലും കരാറുകൾ പാലിക്കുന്നതിലും നീ 100% ശരിയാണോ? ത്യാഗത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ പ്രകടനം നിന്റെ ഓരോ വാക്കിലും പ്രവർത്തിയിലും കാണുന്നുണ്ടോ? ഇസ്ലാം നല്ലത് ചിന്തിക്കാൻ പറയുന്നു. എന്നാൽ നിത്യജീവിതത്തിൽ ഈ നല്ല ചിന്ത നീ വെച്ച് പുലർത്തുന്നുണ്ടോ എന്നവർ ചോദിക്കും. നീ പറയുന്നത് വിശുദ്ധ ഖുർആൻ സത്യത്തിൽ നിലനിൽക്കാൻ നമ്മെ ഉപദേശിക്കുന്നു. എന്നാൽ പല സന്ദർഭങ്ങളിലും ഭൗതിക നേട്ടത്തിനായി നീ കളവിനെ ആശ്രയിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തി അവരുടെ മുമ്പിലുണ്ടെങ്കിൽ അവർ ഇത് പറയും. നിന്റെ കോപത്തെ നിയന്ത്രിക്കാൻ ഇസ്ലാം നമ്മോട് പറയുന്നുണ്ടെന്ന് നീ പറയുന്നു. വിട്ടുവീഴ്ച ചെയ്യാനും പറയുന്നു. വളരെ നല്ല അധ്യാപനമാണ്. എന്നാൽ നിത്യജീവിതത്തിൽ ഇത് നീ പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനമായി നീ പറയുന്നത് നീതി നടപ്പിൽ വരുത്തുന്നതിന്റെ ഉന്നത സ്ഥാനം എന്നത് ശത്രുവിന്റെ ശത്രുത പോലും അവരോട് അനീതി ചെയ്യാനും അവന്റെ അവകാശങ്ങൾ ധ്വംസിക്കാനും നിന്നെ പ്രേരിപ്പിക്കരുത് എന്നാണ്. എന്നാൽ നീ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നതിലും നീതി നൽകുന്നതിലും ഈ സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതിനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നീ പറയുന്ന എല്ലാ കൽപ്പനകളും വളരെ നല്ലതും മനോഹരവുമാണ്. എന്നാൽ ഇതനുസരിച്ച് നീ പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റു മുസ്ലിങ്ങളെ കുറിച്ച് നീ പറയുന്നത് വാഗ്ദത്ത മസീഹിനെ അവർ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർ പരസ്പരം കഴുത്തറക്കുന്നത്. റഹ്മാഉ ബൈനഹും എന്ന അവസ്ഥ അവരിൽ കാണാത്തതും ഇതിന് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നതും അതുകൊണ്ടാണ് അവർ. എന്നാൽ വാഗ്ദത്ത മസീഹിനെ അംഗീകരിച്ച നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാകേണ്ടതാണ്. ഇല്ലെങ്കിൽ നീ ഞങ്ങളെ ഏതൊരു ആത്മീയ വിപ്ലവത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിനാൽ എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, അഹ്മദി എന്ന നിലയിൽ അറിയപ്പെടുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവർ വെറും അഹ്മദി മാത്രമല്ല, മറിച്ച് വാഗ്ദത്ത മസീഹിന്റെ പ്രതിനിധികളായി അവർ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നമ്മിലേക്ക് ചേർത്തുകൊണ്ട് നമ്മെ അപകീർത്തിപ്പെടുത്തരുത്. അതിനാൽ ഒരു അഹ്മദിയുടെ പ്രവൃത്തി അവനിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയില്ല, മറിച്ച് അത് വാഗ്ദത്ത മസീഹിൽ വരെ എത്തിച്ചേരുന്നതാണ്. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഓരോ അഹ്മദിയും ഇത് ഓർക്കേണ്ടതാണ്. ഇതെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ ഓരോ അഹ്മദിയും അഹ്മദിയത്തിന്റെ സന്ദേശവാഹകരായി മാറുന്നതാണ്.
ഓരോ പരിചയപ്പെടുത്തലും ലോകത്തിന്റെ മുമ്പിൽ നാം സമർപ്പിക്കുമ്പോൾ ലോകം നിങ്ങളിലേക്ക് കുതിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിനിധികളായി നിങ്ങൾ മാറുന്നതാണ്. തബ്ലീഗിന്റെ കടമ നിറവേറ്റുന്നവരായി നിങ്ങൾ മാറും. ജനങ്ങളുടെ ഇരുലോകവും ശരിയാക്കുന്നവരായി നിങ്ങൾ മാറും. അള്ളാഹുവിന്റെ ഫളിനെ ആകർഷിക്കുന്നവരായി നിങ്ങൾ മാറും. ഇത് കരസ്ഥമാക്കാനായി നാം വളരെയധികം പ്രയത്നിക്കേണ്ടതാണ്. 5 നേര നമസ്കാരത്തെയും ജമാഅത്തോടുകൂടി ഭംഗിയായി അനുഷ്ഠിക്കേണ്ടതാണ്. മസ്ജിദിനോടുള്ള കടമ നിറവേറ്റേണ്ടതാണ്. ഫർളുകളോടൊപ്പം നഫലുകൾ മുഖേനയും അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ട ആവശ്യമാണുള്ളത്. സൃഷ്ടികളോടുള്ള കടമയിലേക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ അഹമ്മദി പുരുഷനും സ്ത്രീയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം വളരെ താല്പര്യത്തോടുകൂടി ഇവിടത്തെ നാട്ടുകാരോട് പറയും, ഈ പള്ളിയുടെ പേര് മസ്ജിദ് മറിയം എന്നാണ് ഞങ്ങൾ വെച്ചത്. ഇവർ മറിയമിനെ വളരെയധികം ആദരിക്കുന്നവരാണ്. അവരോട് നാം പറയുന്നത്, ഹദ്റത്ത് മറിയമിനെ ഞങ്ങളും ഇഷ്ടപ്പെടുന്നു. കാരണം അവർ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവാണ്. എന്നാൽ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാമിന്റെ മാതാവ് എന്ന നിലയിൽ മാത്രമല്ല ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. അള്ളാഹു അവരിൽ നന്മയുടെയും തഖ്വയുടെയും ഉന്നത സ്ഥാനത്തെ കണ്ട് അവരെ സ്നേഹിക്കുകയുണ്ടായി. വിശ്വാസികളോട് പറഞ്ഞത്, മറിയമിന്റെ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കണം എന്നാണ്. മറിയം തന്റെ ചാരിത്ര്യം സംരക്ഷിച്ചു. ഇതിന്റെ സംരക്ഷണം അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും കാരണമായിരുന്നു. അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിച്ചിരുന്നു അവർ. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രവർത്തിച്ചവരായിരുന്നു അവർ. സാത്വികയും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് ഓരോ യഥാർത്ഥ വിശ്വാസിനിയും ഈ ഗുണങ്ങൾ സ്വായത്തമാക്കണമെന്ന് അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെയുള്ള അഹമ്മദി സ്ത്രീകളോടും പെൺകുട്ടികളോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെയുള്ളവർ ഹദ്റത്ത് മറിയമിനെ ആദരിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അവരിലുണ്ടായിരുന്ന ഗുണങ്ങൾ സ്വായത്തമാക്കാൻ അവർ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇത് അവരുടെ ബലഹീനതയാണ്. ഒരു യഥാർത്ഥ മുസ്ലിം പുരുഷനും സ്ത്രീയും ഹദ്റത്ത് മറിയമിനെ പോലെ യഥാർത്ഥ അനുസരികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആ കൽപ്പനകളിൽ ഒന്ന് ലജ്ജ, പർദ എന്നതും ഒരു കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം ശരീരം മറക്കുന്ന മാന്യമായ വസ്ത്രം ധരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാവർക്കും തന്നെ തന്റെ പ്രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കാനും യഥാർത്ഥ വിശ്വാസിയായി തീരാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ഭൗതികതയിൽ മുഴുകുന്നതിന് പകരം ഇബാദത്തിന്റെ കടമ നിറവേറ്റുന്നവരായി നാം മാറട്ടെ. പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നവരായി നാം മാറട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, നമ്മളെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ സത്യമായും പറയുന്നു, ഇതൊരവസരമാണ്. അള്ളാഹു ഇത് സൗഭാഗ്യവാന്മാർക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്. ഇതിൽ നിന്നും ഫലമെടുക്കുന്നവർ അനുഗ്രഹീതർ. ജ്ഞാനമായി ബന്ധം സ്ഥാപിച്ച നിങ്ങൾ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് കരുതി അഹങ്കരിക്കരുത്. ഈ എതിരാളികളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സൗഭാഗ്യത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു എന്നത് ശരിയാണ്. അവർ ശക്തമായ എതിർപ്പുകൾ, നിഷേധം കാരണത്താൽ അള്ളാഹുവിനെ പിണക്കിയിരിക്കുകയാണ്. നിങ്ങൾ സദ്വിചാരം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താനായി ശ്രമിച്ചു എന്നതും നേരാണ്. എന്നാൽ നിങ്ങൾ ഇതുവരെ ഈ നീരുറവയുടെ അടുത്തുവരെ എത്തിയിട്ടേ ഉള്ളൂ എന്നതാണ് ശരി. ഇതിനെ ഈ കാലത്ത് നിത്യജീവിതത്തിനായി അള്ളാഹു പുറപ്പെടുവിച്ചതാണ്. എന്നാൽ അതിൽ നിന്നും വെള്ളം കുടിക്കുന്ന ജോലി ഇനി ബാക്കിയുണ്ട്. അതിനാൽ അള്ളാഹുവിന്റെ ഫളിനായി തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഇതിൽ നിന്നും വയറു നിറയെ കുടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം അള്ളാഹു ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. അള്ളാഹു ആണ് തൗഫീഖ് നൽകുന്നത്. ഈ നീരുറവയിൽ നിന്നും പാനം ചെയ്യുന്നവർ ഒരിക്കലും തന്നെ നശിക്കുകയില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഈ ജലം ജീവൻ നൽകുന്നതാണ്.
നാശത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. ശൈത്താന്റെ അക്രമത്തിൽ നിന്നും സുരക്ഷിതമാക്കി വെക്കുകയും ചെയ്യും. ഈ നീരുറവയിൽ നിന്നും പാനം ചെയ്യാനുള്ള വഴി എന്താണ്? അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 കടമകളും നിറവേറ്റുക എന്നതാണ്. ശരിയായ രീതിയിൽ അത് നിറവേറ്റുക. അതിൽ ഒന്ന് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്, മറ്റൊന്ന് സൃഷ്ടികളോടുള്ള കടപ്പാടാണ്. അള്ളാഹു നമുക്ക് ഈ കടമകൾ നിറവേറ്റാനുള്ള തൗഫീഖ് എപ്പോഴും നൽകുമാറാകട്ടെ. ഈ നീരുറവയിൽ നിന്നും കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നവരായി നാം മാറട്ടെ. ഈ അനുഗ്രഹത്തിൽ നിന്നും ലോകത്തിനും അനുഗ്രഹം നൽകുന്നവരായി നാം മാറട്ടെ. ഈ മസ്ജിദിനെ കുറിച്ചുള്ള ചെറു വിവരണം ഞാൻ നൽകുകയാണ്. ലോകർ ഇത് ശ്രദ്ധിക്കാറുണ്ട്. സെപ്റ്റംബർ 2010 ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം ഞാൻ നിർവഹിച്ചത്. ഭൂമിയുടെ ആകെ വിസ്തീർണം 2400 സ്ക്വയർ മീറ്ററാണ്. അതായത് 3/4 ഏക്കർ. ഹുസൂർ പറയുന്ന ഏകദേശം ഒരു 1.25 ഏക്കർ കുറച്ച് താഴെ ആണ് ഇതിന്റെ വിസ്തീർണം. 217 സ്ക്വയർ മീറ്ററാണ് പള്ളിയുടെ വിസ്തീർണം. 5,15,000 യൂറോക്കാണ് 2009 ഈ ഭൂമി വാങ്ങിയത്. അതിൽ ഒരു വീടുണ്ടായിരുന്നു. 11 ലക്ഷം യൂറോ ഇതിന്റെ നിർമ്മാണത്തിന് ചെലവ് വന്നിട്ടുണ്ട്. മെയിൻ ഹാളും മറ്റു സ്ഥലവും എല്ലാം കൂട്ടിയാൽ 200-ൽ കൂടുതൽ ആളുകൾക്ക്, 200-ന്റെ അടുത്ത ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. ഈ പള്ളിയോട് ചേർന്ന് 2 ഓഫീസുകളുണ്ട്. 3 റൂമുകളുള്ള ഒരു വീടുണ്ടായിരുന്നു. അതിൽ കിച്ചണും എല്ലാം ഉണ്ട്. 17 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഈ സ്ഥലം നല്ല കാഴ്ച ലഭിക്കുന്ന സ്ഥലമാണ്. ഒരു ഹോഴ്സ് റേസിംഗ് ഗ്രൗണ്ട്, കുതിരപ്പന്തയം നടത്തുന്ന ഒരു ഗ്രൗണ്ട് ഇതിന്റെ അടുത്ത് തന്നെയുണ്ട്. മസ്ജിദ് അവിടെ നിന്നും ശരിക്കും കാണാൻ സാധിക്കും. വലിയ ഒരു ഉത്സവമാണ് അവിടെ നടക്കാറുള്ളത്. പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുക്കാറുണ്ട്. കുതിരപ്പന്തയത്തിന് പങ്കെടുക്കാൻ പ്രമുഖ വ്യക്തികൾ വരാറുള്ളതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ മസ്ജിദ് വളരെ മനോഹരമായി കാഴ്ച സമ്മാനിക്കുന്നതാണ്. ആ പരിപാടിയിൽ 40,000 ആളുകൾ പങ്കെടുക്കാറുണ്ട്. അത് കാരണം മസ്ജിദ് അറിയപ്പെടുന്നതാണ്. പുറമേ നിന്നും ആളുകൾ ഇവിടെ വരും. ഇവിടെ നല്ല ജനസാന്ദ്രമുള്ള പ്രദേശമാണ്. 100 കണക്കിന് ആളുകൾ നിത്യവും ഇതിലൂടെ കടന്നു പോകാറുണ്ട്. സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഇതിനടുത്തുണ്ട്. ഗാൽവേർ എയർപോർട്ട് 10 മിനിറ്റ് ദൂരത്താണ് ഇവിടെ നിന്നും. ഇതോടൊപ്പമുള്ള 2 ബിൽഡിംഗും അടുത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ചുമരിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അത്. അതിന്റെ ഫൗണ്ടേഷനും നല്ല ഉറപ്പുള്ളതാണ്. ഈ കോംപ്ലക്സ് അള്ളാഹു ഇതിൽ അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر